ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളിലേക്ക് പരമ്പരാഗതമായി മെഹന്തി തയ്യാറാക്കി വിൽപ്പന നടത്തുന്ന ഗ്രാമങ്ങളിലൊന്നാണ് കാസർഗോട്ടെ ഉപ്പള. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് നിറം പകരാൻ മൈലാഞ്ചി തയ്യാറാക്കുന്നവരാണ് അംജദ് പാഷയും സംഘവും. 3 പതിറ്റാണ്ടായി മെഹന്തി വിൽപ്പന നടത്തുന്ന ഇവരുടെ വിശേഷം കണ്ടുവരാം. പെരുന്നാൾ കാലം മൈലാഞ്ചി കച്ചവടക്കാരുടെ സുവർണകാലം കൂടിയാണ്. ഏറ്റവും കൂടുതൽ മെഹന്തി കച്ചവടം നടക്കുന്നത് ഈ സീസണിലാണ്. സാധാരണയായി സ്ത്രീകളാണ് മൈലാഞ്ചി അണിയാറുള്ളത് എങ്കിലും പ്രത്യേക ആഘോഷ ദിനങ്ങളിൽ പുരുഷന്മാരും മൈലാഞ്ചിയിടും. അംജദ് പാഷയുടെ കുടുംബം 3 പതിറ്റാണ്ടിലധികമായി മെഹന്തി നിർമ്മാണ രംഗത്ത് സജീവമാണ്. ഒരു കാലത്ത് 100 കണക്കിന് മെഹന്തി നിർമ്മാണ കുടിൽ വ്യവസായങ്ങൾ ഉപ്പള ഗ്രാമത്തിൽ സജീവമായിരുന്നു. എന്നാൽ ഇന്ന് വിരലിലെണ്ണാവുന്ന കുടുംബങ്ങൾ മാത്രമാണ് ഈ രംഗത്തുള്ളത്. മൈലാഞ്ചി പൊടി നമ്മളെ വീട്ടിലെ ഉണ്ടായിരുന്നു. ആ സമയത്ത് 10-30 കൊല്ലം മുമ്പ് അത് നമ്മൾ വെളിച്ചിട്ട് അരച്ചിട്ട് കയ്യിൽ വെക്കുന്നത് മൈലാഞ്ചി, നാച്ചുറൽ ഓർഗാനിക് മൈലാഞ്ചി. അതിൽ നീലഗിരി, ലൗങ് ഇങ്ങനെ മിക്സിങ് ചെയ്യുന്നുണ്ട്. സാധനത്തിൽ അധികം പോവും. മറ്റേ അൺസീസണിൽ സാധനം പോകുന്നുണ്ട്. കല്യാണ സീസണത്തിൽ, ഓണത്തിൽ, വിഷുവിൽ എല്ലാ സമയത്ത് പോകുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ മുസ്ലിം വിവാഹങ്ങളിലും ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ തുടങ്ങിയ ആഘോഷങ്ങളിലുമാണ് മൈലാഞ്ചി അണിയൽ കൂടുതലുമുള്ളത്. ഉത്തരേന്ത്യയിൽ നാനാവിഭാഗക്കാർ വിവാഹങ്ങൾക്കും മറ്റു ചടങ്ങുകൾക്കും ഉത്സവ ദിനങ്ങളിലും സന്തോഷ സൂചകമായി മൈലാഞ്ചി അണിയാറുണ്ട്. ദിനവും 12,000 മൈലാഞ്ചി ട്യൂബുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. പ്രാദേശികമായി മൈലാഞ്ചി ഇലകൾ ലഭിക്കാനുള്ള പ്രയാസം മൂലം രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇപ്പോൾ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നത്. ये महफिल मेरे काम की नहीं, मेरे काम की नहीं. ന്യൂസ് മലയാളം, കാസർഗോഡ്.